ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ ഐഡിയയോ ട്രെൻഡോ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു 80% ഞാൻ വിജയിച്ചു എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ വിജയിച്ചോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കമ്മലാണ്. നമുക്ക് തിരിച്ചും മറിച്ചും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലാണ്. അതിന് ഞാൻ ഇതുപോലത്തെ ലക്ഷ്മിയുടെ ലോക്കറ്റ് 2 എടുത്തിട്ടുണ്ട്. പിന്നെ കുന്തൻ സ്റ്റോണുകളാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ലക്ഷ്മി ലോക്കറ്റ് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ചീത്ത വശമുണ്ട്, നല്ല വശമുണ്ട്. അപ്പോൾ ഏത് വശമാണോ നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് സെയിം ഓപ്പോസിറ്റുള്ള ലക്ഷ്മി ലോക്കറ്റിൻ്റെയും അതേ വശം തന്നെ ഇതിൽ ഒട്ടിച്ചെടുക്കുക. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. ഇത് ഞാൻ ചീത്ത വശവും തമ്മിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഏത് വശമായാലും നമുക്ക് കുഴപ്പമില്ല, സെയിം തന്നെ ഒട്ടിക്കണം എന്നേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ലക്ഷ്മി ലോക്കറ്റിൻ്റെ ആ ഒരു ഹോളല്ലാതെ വേറെ ഒന്നും പുറത്തേക്ക് കാണില്ല. നമ്മളിതുമ്പോൾ സ്റ്റോണുകൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 3 ഷേപ്പിലുള്ള സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓവൽ ഷേപ്പ് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. അത് എങ്ങനെയാണോ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ ഐഡിയ തോന്നുന്നത് ആ ഐഡിയയിൽ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ബിഗിനേഴ്സൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിത് നന്നായിട്ട് ഡ്രൈ ആയി ഉണങ്ങിയതിന് ശേഷം സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റോൺ ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ ലോക്കറ്റുകൾ ഒട്ടിച്ചത് ഡ്രൈ ആയിട്ടില്ലെങ്കിൽ തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ 3 ഷേപ്പിലുള്ള സ്റ്റോൺ ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റിലാണ് എനിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് ഇങ്ങനെ റൈറ്റിലേക്കാണ് ഒട്ടിച്ച് പോയത്. പക്ഷേ അതിനേക്കാളും നല്ലത് നിങ്ങൾ ബാക്കിലേക്ക് അത് ലെഫ്റ്റിലേക്ക് ഒട്ടിച്ച് വരികയാണെങ്കിൽ കുറച്ചും കൂടിയും ഈസി ആയിരിക്കും, കുറച്ചും കൂടിയും ഭംഗി ഉണ്ടാവും. നമുക്ക് നല്ല കറക്റ്റായിട്ട് അത് കിട്ടും. ഞാൻ ഫസ്റ്റിൽ ഇതങ്ങനെ ഒട്ടിച്ച് പോയി. ഇത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കേണ്ടി വന്നു. ആ സ്ഥാനത്ത് നിങ്ങൾ ബാക്കിലേക്ക് ഒട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോളൂ. ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആ രീതിയിൽ ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഒട്ടിച്ച് പോകുന്നത് കേട്ടോ. ഇത് ഫുള്ള് റൗണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഗ്രീൻ കളറാണ് കേട്ടോ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഒരു ഗ്രീൻ സ്റ്റോൺ സെൻറ്ററിലും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലുമാണ്. നല്ല ട്രെൻഡും ആണല്ലോ ഇങ്ങനെ തിരിച്ച് മറിച്ചിടാൻ പറ്റുന്ന കമ്മലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ. നിങ്ങളിതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെ നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എന്തായാലും അവർ ചോദിക്കാതിരിക്കില്ല ഇങ്ങനത്തെ മോഡലുകളൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് മെറ്റീരിയൽസൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കോയിൻ നെക്ലസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OHP ഷീറ്റിൽ ഇതുപോലെ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഹോള് കിട്ടാൻ ഹാങ്ങിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഐപ്പിൻ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരുവിധം വീഡിയോ കാണുന്നവർക്കൊക്കെ ഐപ്പിന് ഹെഡ് പിന്നൊക്കെ എന്താണെന്ന് അറിയുന്നുണ്ടാവും. ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഫ്രീ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കയറി നോക്കിക്കോളൂ. പ്ലേലിസ്റ്റായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ ഇൻട്രൊഡക്ഷൻ മുതലുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം. ഇനി പെയ്ഡ് ക്ലാസ് വേണ്ടവർക്ക് നമ്മൾ പെയ്ഡ് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. നമ്മുടെ അടുത്ത ബാച്ച് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യും, ഫസ്റ്റ് വീക്ക്. അപ്പോൾ അതിലേക്ക് വേഗം അഡ്മിഷൻ എടുത്തോളൂ. വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. ആരും കോൾ ചെയ്യരുത്. പരമാവധി കോൾ ഒഴിവാക്കിയിട്ട് മെസ്സേജ് ഇടും. ഞാൻ റിപ്ലൈ തരും കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഗ്രീൻ സ്റ്റോണാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞിരുന്നല്ലോ ബാക്കിലോട്ട് ഒട്ടിക്കാനായിട്ട്. ഇതുപോലെ ബാക്കിലേക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ചെയ്യും. ആ സെൻറ്ററിലൊക്കെ ഉള്ള ആ ഗ്യാപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ ഫസ്റ്റിൽ ഒട്ടിച്ച് അത്രയും സ്റ്റോൺ തന്നെ ബാക്കിൽ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലൊക്കെയാണ് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. എണ്ണത്തിലൊന്നും കുറവ് വരുത്തരുത്. എങ്കിലാണ് അത് കറക്റ്റായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ബാക്കും ഫ്രണ്ടും അതുപോലെ തന്നെ പുറത്തേക്ക് ഒരു സൈഡ് പ്രൊജക്റ്റ് ചെയ്ത് കൂടുതൽ നിൽക്കരുത്. ഒരു സൈഡിലേക്ക് മാറി പോകരുത്. അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്. ഈ ഡബിൾ സൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ നമ്മൾ റെഡ് സ്റ്റോണാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. റെഡ് എൻ്റെ കയ്യിൽ കുന്തൻ സ്റ്റോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റോൺ ചെയിനിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഹാങ്ങിങ്സ് വേണ്ട. തിരിച്ചു മറിച്ച് നമുക്ക് 2 സൈഡ് മാത്രം ഇട്ടിട്ട് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോയിൻ നമ്മുടെ ലക്ഷ്മി ലോക്കറ്റ് ഉണ്ടല്ലോ, കോയിൻ എന്നാണ് എൻ്റെ വായിൽ എപ്പോഴും വരുന്നത് കേട്ടോ. ആ ലക്ഷ്മി ലോക്കറ്റിൻ്റെ ഒരു സൈഡിലെ ആ ഒരു ഹോൾ ഭാഗം കട്ട് ചെയ്ത് കളയുക. ഒരു സൈഡിൽ മതി. നമുക്ക് ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കാനുള്ള ഭാഗത്ത് മാത്രം മതി. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കട്ട് ചെയ്ത് കളയുക. 2ൻ്റെയും കട്ട് ചെയ്യരുത്, ഒരെണ്ണത്തിൻ്റെ കട്ട് ചെയ്ത് കളയുക കേട്ടോ. ഹാങ്ങിങ്സിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ AD സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് AD സ്റ്റോൺ എന്ന് തന്നെയാണ് പറയാൻ തോന്നുന്നു. ഇതുപോലെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് വരിക നമുക്ക് ഗോൾഡൻ കളറിൽ. അപ്പോൾ അതിനെ നമ്മൾ ഒരു അടിയിലെ ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒന്ന് പതുക്കെ മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. പതുക്കെ ആക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഹോള് മുകളിലേക്ക് വരും. അപ്പോൾ നമുക്കിത് ഐപ്പിനിലേക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. പതുക്കെ മാത്രം ആക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ആ ഗോൾഡൻ ഒരു പ്രസ്സിങ് വെച്ചിട്ടുണ്ടാവും നമുക്ക് ആ ഒരു സ്റ്റോണുമേ. അതിനെ പതുക്കെ ഒരെണ്ണം മാത്രം മുകളിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഐപ്പിനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അടിഭാഗം നമുക്ക് പറ്റില്ല. നമ്മുടെ ഈ ഒരു രീതിയിൽ ഈ ഷേപ്പ് നിൽക്കുള്ളൂ. ഓവൽ ഷേപ്പാണ്. അത് ഈ ഒരു രീതിയിൽ താഴത്തേക്ക് ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിലേ വരുള്ളൂ. കാരണം താഴത്തെ ആ ഒരു കൂർമ്പിച്ചിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കുറച്ച് തടിച്ച് വരുന്ന ഭാഗത്ത് മാത്രമേ
അത് നമുക്ക് മുകളിലേക്ക് പ്രസ്സാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഐപ്പിന്നിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വളച്ച് ലൂപ്പ് എടുക്കുന്നുണ്ട് നമ്മുടെ ലോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ബീഡ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് ഞാൻ രണ്ടാമത്തേൽ കാണിക്കുന്നുണ്ട്. എനിക്കിതാണ് കുറച്ചും കൂടി ഇഷ്ടമായത് ബീഡ്സ് ഇടുന്നേക്കാളും. കുറച്ചും കൂടി ലെങ്ത് കുറച്ചിട്ട് വേണമെങ്കിൽ ലൂപ്പ് എടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ ആ ഗ്യാപ്പ് കുറച്ചും കൂടി കുറഞ്ഞു കിട്ടും. ഇനി ഇത് നമ്മുടെ ലക്ഷ്മിയുടെ ലോക്കറ്റിൻ്റെ ഒരു സൈഡിലേക്ക് ഹാങ് ചെയ്തിടാം. അപ്പോൾ ഞാൻ ഗ്രീൻ സൈഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ് സ്റ്റോൺ ഇട്ട് കൊടുക്കാം. അതെങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഇടാം, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഗ്രീനിന് റെഡ് വേണമെങ്കിൽ റെഡ് ഇടാം. അത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതിയല്ലോ. ജസ്റ്റ് ഒന്ന് അകത്തി കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുത്താലും മതി. ഇനി ഇതിനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓൾമോസ്റ്റ് നമ്മുടെ കമ്മലിൻ്റെ ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹാങ്ങിങ്സും കൂടി ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ സ്റ്റഡൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡ് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു സൈഡ് റിങ് എടുക്കുക. സൈഡ് റിങ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് സ്റ്റഡ് ഇട്ട് കൊടുക്കുക. ജ്വല്ലറി മേക്കിങ്ങിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയുന്നവർക്ക് ഞാൻ ഇത് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റഡൊക്കെ ഇങ്ങനത്തെ കമ്മലിലേക്ക് ഹാങ് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. ഇനി നമ്മളിത് ഡയറക്റ്റ് ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇയർ ഹൂക്ക് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കാതിൻ്റെ പുറകിലേക്ക് പോകുന്ന ഭാഗം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ. എന്താ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ കാതിൻ്റെ ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്റ്റോൺ നമുക്ക് ഫ്രണ്ടിലേക്ക് കിട്ടും. കണ്ടോ, ഇങ്ങനെ വരും. ഈ രീതിയിൽ ഇട്ട് കൊടുക്കണം. ഇയർ ഹൂക്ക് ഇടുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ഇടുക കേട്ടോ. ഏത് സൈഡാണോ നമുക്ക് ഫ്രണ്ടിലേക്ക് വരേണ്ടതെന്ന് നോക്കിയിട്ട് ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേറെ ഒരു AD സ്റ്റോൺ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഗ്രീനും റെഡും എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഗ്രീൻ എടുത്തിട്ട് ഗ്രീന് ഇതുപോലെ തന്നെ ഹാങ്ങിങ്സ് ചെയ്തിട്ട് കൊടുക്കുക. കാരണം ഒട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒട്ടിച്ചു കൊടുത്താൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് ചെയ്യാം. ഞാനിപ്പോൾ ഗ്രീനിൻ്റെ സൈഡിലേക്ക് റെഡാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിൻ്റെ സൈഡിലേക്ക് ഗ്രീൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ അവിടെ നമ്മളൊരു ബീഡ് ഇട്ടിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ലൂപ്പിലേക്ക് ഇടാനുള്ള ആ ഒരു ഗോൾഡൻ ആ ഒരു ലൂപ്പ് അവിടെ ഉണ്ടല്ലോ, അത് നമ്മൾ മുകളിലേക്ക് പ്രസ്സാക്കി കൊടുത്തു. അതിനുശേഷം ഐപ്പിന്നിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് ഒരു ക്രിസ്റ്റലിൻ്റെ റെഡ് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ടതിന് ശേഷം നമുക്ക് അവിടെ ലൂപ്പ് ഉണ്ടാക്കാം. അതായത് ബാലൻസ് കട്ട് ചെയ്ത് ലെങ്ത്ത് കൂടുതലുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ലൂപ്പ് ഉണ്ടാക്കാം. എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് നേരത്തെ നമ്മൾ ബീഡ് ഇടാണ്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതിലേതാ ഇഷ്ടമായെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേ നമ്മളവിടെ വീണ്ടും ആ ലൂപ്പ് എടുത്തിട്ടുണ്ട്. ലൂപ്പ് പ്രസ് ചെയ്യേണ്ട, അതിന് മുമ്പ് നമുക്കിവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് സൈഡിലേക്കാണോ AD സ്റ്റോൺ വരേണ്ടതെന്ന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇയർ ഹൂക്കും ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്കാണ് ഇയർ ഹൂക്കിൻ്റെ ആ ഒരു കമ്പി നിൽക്കുന്നത്. അപ്പോൾ അത് ചേഞ്ച് ആക്കി ഇട്ട് കൊടുക്കണം. അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ കാതിലേക്ക് ഇടുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. എങ്കിലും നമ്മൾ സെയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അവരോട് പറഞ്ഞു കൊടുക്കും വേണം കേട്ടോ. ഇങ്ങനത്തെ കമ്മലാകുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ചേഞ്ച് ആക്കി ഇട്ട് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഞാൻ ഈ ഹാങ്ങിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സൈഡിലെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇയർ ഹൂക്കിനെയും കൂടി നമ്മൾ മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ രണ്ട് മോഡലിൽ ഈ കമ്മൽ ചെയ്യുക. ഒറ്റ കമ്മലിൽ തന്നെ നമുക്ക് രണ്ട് കളറിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് രണ്ട് ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റി മാറ്റി ഇടും ചെയ്യാം കേട്ടോ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, ഏത് കമ്മലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.